നിശബ്ദത തളം കെട്ടിയ ആ മുറിയുടെ സുരക്ഷയ്ക്കുള്ളിൽ ബാല്യം തള്ളി നീക്കുന്ന 4 കുരുന്നുകൾ. ചോദ്യങ്ങൾ ചിറകിട്ടടിക്കുന്ന പ്രായത്തിൽ കുരുന്നുകളുടെ സംശയങ്ങൾ ആ അമ്മ ദൂരീകരിച്ചു കൊടുക്കുമായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയ 4 മക്കൾ. അമ്മ തൻ ചിറകിൽ ഒതുങ്ങാൻ മാത്രം വിധിക്കപ്പെട്ടവർ. അവിഹിതം പേറുന്ന അമ്മമാർ അവൾക്കും അന്യയല്ലായിരുന്നു. പക്ഷേ അത് മറ്റാരും അറിയാതിരിക്കാൻ അവൾ പാടുപെട്ടുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഇളയകുട്ടി കേട്ട സ്ഫോടനാത്മക ശബ്ദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആണ് ആ അമ്മ പാറമടയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. പാറ പൊട്ടിക്കുന്ന ശബ്ദമാണുണ്ണീ അത്. വലിയ പാറകൾ പൊട്ടിച്ച് ചെറിയ കഷണങ്ങളാക്കി വീടു പണിയാനും മറ്റും ഉപയോഗിക്കുന്നു. പാറപ്പൊടികൾ അവിടെ മുഴുവൻ തങ്ങി നിൽക്കും. പാറ പൊട്ടിക്കുന്നതിനനുസരിച്ച് വലിയ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെടും. അവയിൽ വെള്ളം വന്നു നിറയും. എന്തു തെളിഞ്ഞ വെള്ളമാണെന്നോ! ക്രമേണ ആ പാറമടകൾ ഉപയോഗശൂന്യമാവും. അപ്പോഴും ഉണ്ടാക്കപ്പെടുന്ന വലിയ കുഴികളും വെള്ളവും ബാക്കിയാവും. മീനുകൾ ഉണ്ടാവും. അവയെ പിടിക്കാൻ പക്ഷികൾ വരും. തവളകൾ ശബ്ദമുണ്ടാക്കും. ആ തെളിഞ്ഞ വെള്ളത്തിലേക്ക് ചാടിത്തുടിച്ചു കുളിക്കാൻ തോന്നും. ഉറക്കെ അലറി പ്രതിധ്വനി ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് മൂകത തിങ്ങിയ ഇടത്തെ പേടിപ്പെടുത്തലുകൾ ഉറക്കെ ഒന്ന് ഒച്ചയിട്ടാൽ മാറും. എങ്കിലും കൊച്ചു കുട്ടികൾക്ക് പോവാൻ പാടില്ലാത്തിടമാണ്. 5 കണ്ണുകൾ ചുവപ്പിച്ച് ഒരു ഭൂതം അവിടെ നിൽപ്പുണ്ട്. അമ്മയുടെ വാക്കുകൾ കേട്ട കുരുന്നുകൾ വലുതാവുമ്പോഴേ ആ പാറമട കാണാൻ പോകുള്ളൂ എന്ന് മനസ്സിൽ കരുതി. എന്നാൽ ആരും കാണാത്ത അമ്മയുടെ വയറ്റിൽ നിന്ന് ആഘാതത്തിൻ്റെ ചവിട്ടുകൾ ഉണ്ടായത് ആ അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമോ? അവിടെ ഒരു കുഞ്ഞു ജീവൻ തൻ്റെ പ്രജ്ഞ രൂപപ്പെട്ടപ്പോൾ കേട്ട ആ സ്ഥലത്തേക്ക് പോകാൻ ഉറച്ച് സ്വപ്നം കണ്ടുകൊണ്ട് കാലുകൾ അമ്മയുടെ വയറ്റിൽ അടിച്ച് എൻ്റെ പിറവി വേഗത്തിലാക്കൂ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന് ആ പാറമടക്കെട്ടിൽ പോകണം. 5 കണ്ണൻ ഭൂതത്തെ കാണണം. ചെറുകല്ലുകൾ പെറുക്കി ആ പാറക്കുളത്തിൽ എറിയണം. പറവകളെ കണ്ട് ആനന്ദിക്കണം. ചെറുമീനുകൾക്കൊപ്പം നീന്തണം. കുളത്തിൽ മലർന്നു കിടന്ന് നീന്തി ആകാശത്തെ കാഴ്ചകൾ കാണണം. ഒരു ചെറുമഴ നനഞ്ഞ് മുങ്ങാങ്കുഴിയിടണം. സ്വപ്നങ്ങൾ നെയ്ത് അവൻ ഉറങ്ങി. പിറ്റേ ദിവസം കൺപോളകൾ സൂര്യപ്രകാശം അടിച്ചു തുടങ്ങിയപ്പോൾ അവൻ കണ്ണു തുറന്നു. ഇന്ന് ചൂട് കൂടിയോ? അവൻ ആലോചിച്ചു. അല്ല, താൻ പിറവിയെടുത്തിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും സന്തോഷദിനം. അവൻ്റെ സന്തോഷങ്ങൾ നടത്താൻ അവൻ ദാ പിറവിയെടുക്കൊണ്ടിരിക്കുന്നു. എന്തെന്നില്ലാത്ത ആഹ്ലാദത്തിൽ അവൻ കൈകാലിട്ടടിച്ചു. ഉറക്കെ അലറി വിളിച്ചു. ചിരിച്ചു. കരഞ്ഞു. അവൻ്റെ സന്തോഷം കാണാൻ ചുറ്റും ആരുമില്ലാതായിപ്പോയി. അവൻ ചുറ്റും നോക്കി. അമ്മയെന്തേ? സഹോദരന്മാരെന്തേ? സഹോദരിമാരെന്തേ? ഇതാണോ വീട്? ഇവിടെ ആരുമില്ലേ? എല്ലാവരും എങ്ങോട്ട് പോയി? അവിഹിത സന്തതിയല്ലേ? എല്ലാവരും അതുകൊണ്ടാവും അടുത്തു വരാത്തതെന്ന് അവൻ ഓർത്തു. എന്തോ ശരീരത്തെ ചുറ്റി മുറുകുന്ന പോലെ അവന് തോന്നി. ചിലപ്പോൾ അമ്മയുടെ പൊക്കിൾ കൊടിയാവാം. ചിലപ്പോൾ അമ്മയുടെ കരങ്ങളാവാം. അമ്മയെ ഒന്ന് കാണാൻ സാധിക്കുന്നില്ലല്ലോ. സൂര്യൻ്റെ പ്രകാശം അടിച്ച കാഴ്ച അവ്യക്തമായി മാറുന്നു. താൻ എങ്ങോട്ടോ എന്ന് എറിയപ്പെടുന്ന പോലെ അവന് തോന്നി. ജലത്തിൻ്റെ ആഴങ്ങളിൽ അവൻ നീന്തിത്തുടിക്കാൻ കൈകൾ ഉയർത്തി. പക്ഷേ ശക്തിയില്ലായിരുന്നു. ഉറക്കെ കരയാൻ ശ്രമിച്ചപ്പോൾ വെള്ളം മൂക്കിലൂടെയും വായിലൂടെയും ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. തൻ്റെ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലെ അവസ്ഥയോർത്ത് ആ കുഞ്ഞു ഹൃദയം അത്യന്തമായി മിടിച്ചു. ആർക്കോ വേണ്ടി. ആഴങ്ങളിലേക്ക് ഊളിയിട്ടു പോകുമ്പോൾ പിടിച്ചു കരകയറ്റാൻ തൻ്റെ അമ്മ അടുത്തുണ്ടാവും എന്ന തോന്നലിൽ ഒരു കാലും കൈയും ഉയർത്തി ജലോപരിതലത്തിൽ പിടിച്ചു. അന്ധയായ ഒരു സ്ത്രീ വിദൂരതയിലേക്ക് അപ്പോൾ ഓടിമറയുന്നുണ്ടായിരുന്നു.